എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ 2026 എങ്ങനെയാണ് നോക്കാം. Five of Swords energy connections, 10 of Wands, 6 of Wands, 3 of Cups, 7 of Wands and Queen of Pentacles energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് 5 of Swords and 7 of Wands energy connections ആണ്. ഈ ഒരു മാസം നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ പറയട്ടെ, അത് വളരെ എളുപ്പത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതല്ല. ചാലഞ്ചസ് ഉണ്ടാവും, പല കോൺഫ്ലിക്ട്സ് കാര്യങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഈ പറയുന്ന നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത്. ഈ ഒരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം നിങ്ങളത് വളരെയധികം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു നേട്ടമാണ്. ഇപ്പോൾ ജോലിയാണെങ്കിലും മറ്റു തരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ്. കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളും വളരെ കോമ്പറ്റേറ്റീവാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നോട്ടമിട്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രൊമോഷനായിരിക്കും അതിലെത്താൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെയൊക്കെ മറികടന്നിട്ട് വേണം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഫൈറ്റ് ചെയ്ത് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ആ വിജയത്തിന് ഒത്തിരി മൂല്യമാണ്, അതിനൊത്തിരി സന്തോഷവും താല്പര്യവും ഒക്കെ നൽകുന്ന ഒരു കാര്യം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്ന സമയമാണ്. നിങ്ങൾക്ക് സ്വയം ഒരു വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു സമയം നിങ്ങൾ സ്വയം ഒത്തിരി അധികം നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ വളരെ ചാലഞ്ചസ് അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. പിന്നെ പറയുന്ന പോലെ എല്ലാവരും ചുറ്റുമുള്ള എല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു പെരുമാറ്റമോ ആ രീതി ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ആരാണ് ശരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ, ആരാണ് നിങ്ങളെ ഇഷ്ടപ്പെടാത്തവരെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ലോ എനർജി അല്ലെങ്കിൽ ലോ വൈബ് എന്ന് വളരെ ഹയർ എനർജിയിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് താഴ്ത്തി കളയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. മറ്റുള്ളവരോട് പ്രൂവ് ചെയ്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്വയം അത് മനസ്സിലാക്കി എനിക്കിത് കഴിയും. കാരണം ഇത്രയും ഫൈറ്റ് ചെയ്ത് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം. അതായത് മറ്റൊരാളും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തുന്നതിന് തടയിടാനോ നിർത്താനോ ശ്രമിക്കുന്നത് നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല നിങ്ങൾ അവരെ അതായത് ആ ഒരു ചലഞ്ചിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. 10 of Wands and 3 of Cups എനർജിയാണ്. അപ്പോൾ പല പരീക്ഷണങ്ങളുടെയും പര്യവസാനം എന്നുള്ള രീതിയിലുള്ളൊരു മാസമായിരിക്കും ഈ ഒരു മാസം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില ആളുകൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ്, ഇപ്പോൾ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ ഏത് സ്കൂൾ കോളേജ് കാലഘട്ടമാണെങ്കിലും, ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു PhD ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സ്കൂളിലെ ഏതെങ്കിലും പ്രത്യേക ടീച്ചറായിരിക്കും. അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളെ വളരെയധികം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്ത അധ്യാപകരോ അതുപോലുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന നിങ്ങൾക്ക് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നിരിക്കെ ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ആ പ്രത്യേക അധ്യാപകനോ അല്ലെങ്കിൽ ആ പ്രത്യേക സൂപ്പർവൈസർ, ആ ഒരു വ്യക്തിക്ക് അവിടെ നിന്ന് മാറേണ്ടി വരുന്ന സിറ്റുവേഷൻ, പുതിയൊരാൾ വരികയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ആ പുതിയതായിട്ട് വരുന്ന വ്യക്തി
നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ ആ ഒരു രീതിയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. ബിസിനസ് വളരെയധികം നെഗറ്റീവ് ഇതിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ സക്സസ് ഉണ്ടാകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ 10 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് പല പ്രാരാബ്ദങ്ങളും പര്യവസാനിക്കും. ചില ആളുകൾ കടമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കടമൊക്കെ പൂർണ്ണമായിട്ടും കൊടുത്ത് തീർക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു വളരെയധികം വലിയൊരു തൃപ്തി നിങ്ങൾക്ക് നൽകുന്ന കടം കൊടുത്ത് തീർത്തു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി അധികം തൃപ്തി തരുന്ന ഒരു കാര്യമാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കൊടുത്ത് തീർത്തതിൻ്റെ ഒരു സംതൃപ്തി നിങ്ങളിലുണ്ട് എന്നുള്ളത് കൂടാതെ ലൈഫ് പേർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ. ഇത് ഒരു പക്ഷേ ബിസിനസ്സിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എന്നും നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തി ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതത്തിൽ. അപ്പോൾ ബിസിനസ്സിലുള്ള ഉയർച്ച ആയിക്കൊള്ളട്ടെ, കരിയറിൽ ഉയർച്ച, അതായത് കരിയറിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നൊരു സിറ്റുവേഷൻ, ഇതും നിങ്ങളെ ഒത്തിരി ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷനാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു സൗഹൃദം കാണിക്കുന്നുണ്ട്, കൂട്ടായ്മയുടെ ഒരു വിജയം കാണിക്കുന്നുണ്ട്, സൗഹൃദത്തിൻ്റെ ഒരു വിജയം കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ സക്സസ്ഫുൾ ആകുന്ന സിറ്റുവേഷനാവും. സുഹൃത്തുക്കളോടൊപ്പം യാത്രകൾ പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ ബിസിനസ്സും സൗഹൃദവും കാണിക്കുന്നതുകൊണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം, പിന്നെ യാത്രകൾ ഒരുമിച്ച് ചെയ്യുന്നു, ആഘോഷങ്ങൾ ഒരുമിച്ച്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ നല്ലൊരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ഒരു വളരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ അപ്പ് ചെയ്യാനും ആളുകളായിട്ട് നന്നായിട്ട് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെ നിങ്ങൾക്ക് ചുറ്റും കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 6 ഓഫ് വോൺസ് ആൻഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജി സിറ്റുവേഷൻസ്, 6 ഓഫ് വോൺസ്, 7 ഓഫ് വോൺസ് എനർജി സിറ്റുവേഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്കും പറ്റുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന സമയമാണ്. അത് എടുത്തു പറയേണ്ടുന്നൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ പ്രായമായിട്ടുള്ള ഒരാൾ ഇപ്പോൾ റിട്ടയർ ആയ വ്യക്തിയാണ്, ഇപ്പോൾ വീട്ടമ്മയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സ്വന്തമായിട്ടും ഇന്ന് വരെ സ്വന്തമായിട്ട് അധ്വാനിച്ചൊന്നും നിങ്ങൾ നേടിയിട്ടില്ല, ഒരു ബിസിനസ്സോ ഒരു ജോലിയിലോ. അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ പ്രായം, അത് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾക്ക് നല്ല പ്രായമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞു, 70 വയസ്സായി, ഇനി ഇപ്പോൾ അവർ പിന്നെ ജീവിതത്തിലൊന്നും ചെയ്യാനില്ല, അവരെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ളൊരു ചിന്തയാണ് പൊതുധാരണയിൽ. നിങ്ങളുടെ ധാരണ അങ്ങനെ ആയിരിക്കാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്തോ ചെയ്യുന്നത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു. നിങ്ങളായിട്ട് മനഃപൂർവ്വം ഇന്നൊരു ഇതിലേക്ക് പോകുന്നതല്ല, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരോ ഇത് നല്ലതാണ്, അതൊരു വെറുതെ വാങ്ങിക്കാതെ കുറച്ച് പൈസ തന്നിട്ട് വാങ്ങിക്കുന്നത്, അപ്പോൾ അതൊരു നല്ല രീതിയിൽ പോകുന്നു. അത് മറ്റൊരാൾ അറിയുന്നു, വാക്ക് എന്താ പറയുക, ആളുകൾ വായാൽ പ്രചരിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ ഇന്നൊരു ഇതാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു. അങ്ങനെ നിങ്ങൾ 4 ആൾ അറിയുന്നു. അത് പിന്നെ പതുക്കെ പതുക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ നിങ്ങളറിയാതെ തന്നെ ഒരു വഴിയിലേക്ക്, ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുകയാണ്. പിന്നെ അത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത ഒരു സ്ഥാപനമാക്കി മാറ്റുകയും അതിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. ആ ഒരു ലെവലിൽ നിങ്ങൾ അത് ചിന്തിക്കുന്നു, ഞാൻ ഈ ഒരു ലെവലിൽ ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ബിസിനസ് വുമൻ ആയി എന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ സ്വയം ആ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്നത് നിങ്ങൾ തന്നെ അത്ഭുതത്തോടെ നോക്കുകയാണ്. കാരണം ഈ ഒരു പൊസിഷനിൽ ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വേൾഡ് ഇസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റി, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളാണ് ലോകം മുഴുവൻ. ആ ഒരു അവസരം നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വിക്ടറി, സക്സസ്, ആ ഒരു സ്പീഡ്, ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. സ്പീഡാണെന്ന് പറയുന്ന കാര്യം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. നടക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി ശ്രമിക്കുക, കാര്യങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക, ശ്രമിക്കുക. അതിന് ഡിലേ ഒന്നും വരുന്നില്ല, പെട്ടെന്ന് തന്നെ പലതും നടക്കുന്നു എന്നുള്ളതാണ്. അത് വിചാരിച്ചത്രയും നീണ്ടു പോകുന്ന, ഇപ്പോൾ ഒരു 2 മാസം എടുക്കുമെന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ 1 മാസം കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ചെയ്ത് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം, ആശ്വാസം തരുന്ന ഒരു കാര്യം എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്.
വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതും നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വേണ്ടത്ര റെസ്റ്റ് എടുക്കുക. പ്രായമായിട്ടുള്ളവർ മാത്രമല്ല, അല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ആ ഒരു നിങ്ങൾ ഓവറായിട്ട് വർക്ക് ചെയ്ത് അതിനനുസരിച്ച് റെസ്റ്റ് എടുക്കേണ്ടുന്ന ഒരു എനർജി വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ വർക്കൊക്കെ ഏകദേശം പല വർക്കും കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ ആ 8 hours സ്ലീപ്പ് അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.